ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ ഓൺ വോയിസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പം എങ്ങനെ ഇത് കറക്റ്റായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ സൈഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ LPSA UPSA നെക്സ്റ്റ് വരാൻ പോകുന്ന LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നമ്മളിന്ന് ആഡിലൊക്കെ കാണുന്നൊരു എന്താ പറയുക, ഒരു ഫേമസ് ആപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി ക്ലാസ്സുകൾ കണ്ടു പോകുന്നുണ്ട്. കുറച്ച് പെൻഡിങ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ SCRT പോർഷൻസും കൂടെ കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ SCRT ടെക്സ്റ്റ് ബുക്ക്സ് വായിക്കുകയും അതിൽ പോയിൻറ്റ്സ് നോട്ട് ചെയ്തൊക്കെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ SCRT പഠിക്കുന്ന കൂട്ടത്തിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം, യൂട്യൂബിൽ എന്നിടാം. അത് എനിക്കൊരു മെമ്മറി സേവിങ് എന്നുള്ള രീതിയിൽ വീണ്ടും കേൾക്കാനൊരവസരം എന്നുള്ള രീതിയിൽ ചെയ്യുവാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ കേട്ട് നോക്കാം അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ നമ്മളിന്ന് SCRTയിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. പീലിയുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ നമ്മൾ വായിച്ച് കഴിഞ്ഞാലും അതിലിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉള്ളതായിട്ടൊന്നും തോന്നില്ല. ഒറ്റ ഇരിപ്പിലൊന്ന് വായിച്ച് പോകാൻ മാത്രമുള്ളൊരു കുഞ്ഞു യൂണിറ്റാണ്. അപ്പം ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ചെറിയ ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ. അത് പഠിക്കാനും ഓർത്ത് വെക്കാനുമായിട്ടുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലതുണ്ടാവും. ഇൻ കേസ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ചാപ്റ്ററാണിത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റായിട്ട് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലകളാണ് ചേരികൾ. നമ്മൾ പൊതുവെ ചേരികളെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പം വളരെ ജനസാന്ദ്രതയുള്ള ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന നഗര പാർപ്പിട മേഖലകളെയാണ് നമ്മൾ ചേരികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ തിങ്ങി ഞെരുങ്ങി ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ചില പരിമിതികളുണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 4 പരിമിതി നമുക്ക് നോക്കാം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പിന്നെ ശുചിത്വം, ശുദ്ധജല വിതരണം തുടങ്ങിയ മറ്റ് അടിസ്ഥാന സേവനങ്ങളുടെ അപര്യാപ്തത ഉണ്ടാവും. പിന്നെ സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളായിരിക്കും. അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലൊന്ന് ഓർക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. കുറേ ആൾക്കാർ ഒരുമിച്ച് തിങ്ങി ഞെരുങ്ങിയ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് താമസിക്കും. അതിനെ നമ്മൾ ചേരി എന്ന് പറയുന്നു. അപ്പോൾ ഈ ചേരിയിലുണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടായിരിക്കും. പിന്നെ ശുചിത്വം, ശുദ്ധജല വിതരണം ഇങ്ങനെയുള്ള സേവനങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് നടക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. സാമൂഹിക സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ ഉണ്ടായിരിക്കും. പിന്നെ സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളായിരിക്കും. നമുക്ക് നമ്മുടെ മൈൻഡിലൊന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്ന ഇതര സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളൊരു പോയിൻ്റ് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ജാർഖണ്ഡ്, ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ. നമ്മൾ പൊതുവെ എല്ലാവരെയും ബംഗാളീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 4 സെക്ഷൻസ്, അതായത് 4 പോയിൻറ്റ്സ് നമുക്ക് ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. ഒന്ന് വിപണി, ആഴ്ച ചന്തകൾ, വാരാന്ത വിപണികൾ, അന്തിച്ചന്തകൾ. ഇത് 4 എന്താണ് എന്നുള്ളത് അതൊന്ന് വായിച്ച് പോകാനേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമ്മളൊരു പോർഷൻസും വിടാതെ എല്ലാം നോക്കി വെച്ച് പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം വിപണി എന്ന് പറയുന്നത് ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവയെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. അപ്പോൾ വിപണി എന്താണെന്നുള്ളത് നമുക്ക് സാധാരണ അറിയുന്ന കാര്യം തന്നെയാണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ വിപണി എന്ന് പറയുന്നത്. അപ്പം ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവയെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിപണിയെ കണക്കാക്കുന്നത്.
അപ്പോൾ അതൊരു എന്താ പറയുക, സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ പതിവായിട്ട് ഒത്തുചേരുന്ന ഇടമാണ് വിപണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത 3 ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു പോയിൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആഴ്ചച്ചന്തകൾ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ഈ ചന്തകൾ ഉണ്ടാവുന്നത്. അപ്പം ആഴ്ചച്ചന്ത നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ആഴ്ചച്ചന്തകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അതേപോലെ സ്വന്തം ഗ്രാമത്തിൽ കിട്ടാത്ത എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടും അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകൾ അവിടെ ഒത്തുകൂടുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് അന്തിച്ചന്തകൾ. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാവുന്നത്. അന്തി എന്ന് വെച്ചാൽ നമുക്കറിയാം, അന്തി എന്ന് വെച്ചാൽ സന്ധ്യ, വൈകുന്നേരം, രാത്രി എന്നുള്ള ഒരു മീനിങ്ങാണ്. അപ്പം അന്തിച്ചന്തകൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാവുന്നത്. ഇനി വേറൊന്നാണ് വാരാന്ത വിപണികൾ. നമ്മൾ വാരാന്ത പതിപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ല, ആഴ്ചയുടെ അവസാനം എന്നുള്ള, ലാസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം വാരത്തിൻ്റെ അന്ത്യത്തിൽ വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയങ്ങളും നടത്തുന്നത്. ഒന്നും കൂടെ പറയാം, വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള, കുടിയേറ്റം എന്ന് വെച്ചാൽ കുടിയേറ്റ് താമസിക്കുന്നവരുണ്ടാവുമല്ലോ, അവിടെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുണ്ട്, സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളിലുള്ളവർ, അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഗോത്രജന വിഭാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യാപാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്രയവിക്രയങ്ങൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള വാരാന്ത വിപണികളിലാണ്. തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ അവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തദ്ദേശവാസികൾ അവർക്ക് വനത്തിൽ നിന്നും ലഭിക്കുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ മറ്റ് വ്യാപാരികളിലേക്ക് അവരെ സമീപിക്കുകയും ആ വ്യാപാരികളുമായിട്ട് കച്ചവടം നടത്തുകയും പിന്നെ അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് വാരാന്ത വിപണിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കുറച്ചൊരു കുഞ്ഞു പോയിൻറ്റ്സ് മാത്രമാണ് ഈ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിലുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ഒരു ദിവസം ഈ 5ാം ക്ലാസ്സിലെ അടുത്ത യൂണിറ്റ് ഭക്ഷണവും മനുഷ്യനും എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു so much.